ഹായ് ഹലോ ഗായ്സ്, ടെക്കി ഹിയർ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ടി വി വിയുടെ ഒരു 85 ഇഞ്ച് ടി വി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ 85 ഇഞ്ചിൻ്റെ ടി വി ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ ബാക്ക് സൈഡ് അത് ഫിക്സഡായിട്ടാണ് വെക്കുന്നത്. സോ ബാക്ക് സൈഡ് അതിൻ്റെ ഫ്രെയിം കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക. നമ്മൾ ഈ കാണുന്ന പാനലിലാണ് ടി വി ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടിവിയുടെ ബാക്ക് സൈഡ് ടി വി കമത്തി വെച്ചിട്ട് പ്ലെയിൻ ആയിട്ടുള്ള സർഫസിൽ കമത്തി വെച്ചിട്ട് ബാക്ക് സൈഡ് അതിൻ്റെ ഫ്രെയിം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അപ്പുറത്ത് അളവ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് സെൻറ്ററാക്കി വെക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ ഫ്രെയിം വരുന്നത്, ബാക്ക് സൈഡ് ടിവിയുടെ ബാക്ക് സൈഡ് വരുന്ന ഫ്രെയിം വരുന്നത്. ആൻഡ് സ്ക്രൂ കാര്യങ്ങളൊക്കെ എടുക്കുക. ആൻഡ് നമ്മൾ ചെയ്യാൻ പോണ പാനൽ സെൻറ്ററാക്കി പിടിക്കുക. ഓക്കെ, സെൻറ്ററാക്കി അതിൻ്റെ അളവെടുക്കുക. ഓക്കെ, 4 സൈഡും സെൻറ്ററാക്കി വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. സോ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ സെൻറ്ററാക്കി പിടിക്കുക. ബാക്ക് സൈഡ് സ്ക്രൂ കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെൻറ്ററാക്കി പിടിച്ച് അതിൻ്റെ ബേസ്മെൻറ്റിൽ നിന്ന് അളവും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വാളിൽ വരുന്നത് ഈ ഒരു ടൈപ്പ് സ്റ്റാൻഡാണ്. ഈ ടൈപ്പ് സ്റ്റാൻഡിലാണ് നമ്മൾ ഈ ടിവിയുടെ ബാക്ക് സൈഡ് ഈ സാധനത്തിൽ തൂക്കിയിടാൻ പോകുന്നത്. സോ വാൾ വരുന്ന ഈ ടൈപ്പ് സ്റ്റാൻഡാണ്. സോ അതിൽ സ്ക്രൂ കാര്യങ്ങൾ വെച്ചെല്ലാം നമ്മൾ ഈ വാൾ മൗണ്ട് പിടിപ്പിക്കുക. അതായത് പ്ലൈവുഡാണ്. പ്ലൈവുഡ് ആയതുകൊണ്ട് നമ്മൾ ഡ്രില്ല് ചെയ്യാനുള്ള സ്ക്രൂയിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്ക്രൂയിങ് ആണ് ചെയ്യുന്നത്, പ്ലൈവുഡിൽ ചെയ്യുന്നതുകൊണ്ട് സ്ക്രൂ കൊടുത്ത് ചെയ്യുക. അതിന് ശേഷം ഈ ബാക്ക് സൈഡ് ഇതിൽ തൂക്കിയിട്ടാണ്. സോ നമ്മൾ സ്ക്രൂയിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. വാട്ടർ ലെവൽ വെച്ച് സെൻറ്ററും കാര്യങ്ങളെല്ലാം നോക്കി വളവ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. അതിനിപ്പോൾ തൂക്കിയിടണം. ഓക്കെ, തൂക്കിയിട്ട് കഴിഞ്ഞ് ഇതാണ് ലാസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത്. ഇൻസ്റ്റലേഷൻ സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇൻസ്റ്റലേഷൻ സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഈ ഒരു 4K ഇൻ്റർഫേസ് വീഡിയോ ആണ് വരുന്നത്. 4K സപ്പോർട്ടഡ് ആണ്. 85 ഇഞ്ചിൻ്റെ VU TV ആണ്. ദിസ് ഈസ് ദ ഫൈനൽ റിസൾട്ട്.